2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് UDF നീക്കം തുടങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നിലമ്പൂർ ഫലം കൂടി വരുമ്പോൾ UDF ഒന്നുകൂടി ആക്കം കൂടും. കോൺഗ്രസ് പ്രവർത്തകരിലും UDF പ്രവർത്തകരിലും ഒക്കെ ഒരു ആത്മവിശ്വാസവും വീര്യവും കൈവരും. അങ്ങനെ സുഖകരമായിട്ട് 2026 ഭരണം പിടിച്ചെടുക്കാം എന്നുള്ള ഒരു സ്വപ്നത്തോടു കൂടി നിൽക്കുകയാണ് UDF. ഈ അവസരത്തിൽ UDFിലെ ഘടകകക്ഷികളൊക്കെ തന്നെ അവരുടെ ആവശ്യങ്ങളുമായിട്ട് മുമ്പോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലെ പ്രധാന ഘടകകക്ഷി എന്ന് പറയുന്നത് ലീഗാണ്. ലീഗിനെ കുറിച്ച് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ലീഗ് കോൺഗ്രസിൽ അപ്രമാദിത്വമുള്ള ഒരു പാർട്ടിയാണ്, വലിയ ഒരു ബാർഗെയിനിങ് പവർ ഉള്ള പാർട്ടിയാണ്. ബാർഗെയിൻ ചെയ്താൽ അത് നേടിയെടുക്കാറുണ്ട്. UDFിൻ്റെ കാലത്ത് കോൺഗ്രസിനെ ഭരിക്കുന്ന ഒരു ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. ഒരു ഒത്തൊരുമയുള്ള, വിഭാഗീയത വളരെ കുറവായിട്ടുള്ള ഒരു പാർട്ടി കൂടിയാണ് മുസ്ലിം ലീഗ്. ഇത് ഇത്രയും ഉള്ള കാര്യം തന്നെയാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല, പറഞ്ഞേ പറ്റൂ. ഇനി അതുപോലെയുള്ള മറ്റൊരു ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ജോസഫ് ഇടയ്ക്കിടയ്ക്ക് മുറുമുറുപ്പുള്ള ഒരു ഘടകകക്ഷിയാണ്. പിന്നെ കേരള കോൺഗ്രസ് ജേക്കബ് ഉണ്ട്, അതൊക്കെ ഒറ്റയാൾ പട്ടാളമാണ്. പിന്നെ CMB ഉണ്ട്. CMBക്ക് ഇപ്പോൾ MLA-മാരൊന്നുമില്ല, MP-മാരും ഇല്ല. പിന്നീട് ഫോർവേഡ് ബ്ലോക്ക്, അവർക്ക് MLA ഒന്നുമില്ല. പിന്നെ മറ്റൊരു കേരള കോൺഗ്രസ് മാണി C കാപ്പൻ, നമ്മുടെ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തി പാല പിടിച്ചെടുത്ത കാപ്പനും ഒരു പ്രധാന ഘടകകക്ഷിയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ RSP ഉണ്ട്. RSPക്ക് പിന്നെ MLA-മാരാരും തന്നെ നിലവിലില്ല. MP ഉണ്ട്. ഇത് മതി, ഒരു MP മതി, MLA ഒന്നും തന്നെ വേണമെന്നുമില്ല. അതിന് അത്രത്തോളം പവറുള്ള ഒരു MP-യാണ് കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് പോയിരിക്കുന്നത്. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തെ 2014, 2019, 2024 പ്രതിനിധീകരിക്കുന്നു. അദ്ദേഹം 14 മുതൽ അങ്ങോട്ടൊരു മുന്നേറ്റം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിലെ ചില പ്രഗത്ഭരായിട്ടുള്ള MP-മാരുണ്ട്. ഒന്ന് NK പ്രേമേന്ദ്രൻ, മറ്റൊന്ന് കോഴിക്കോട് നിന്നുള്ള രാഘവൻ, കോഴിക്കോട്ടുകാർ വിളിക്കുന്ന രാഘവേട്ടൻ. അദ്ദേഹവും 2009 മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ വളരെ ചെറിയൊരു ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. ക്രമേണ ആ ഭൂരിപക്ഷം ഉയർത്തുകയാണ്. അപ്പൊ കോഴിക്കോട് രാഘവേട്ടന് സ്വന്തമാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെയാണ് പ്രേമേന്ദ്രന് സ്വന്തമാണ് കൊല്ലം, കൊല്ലത്തിന് സ്വന്തമാണ് പ്രേമേന്ദ്രൻ. പിന്നെ RSP എന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഓർമ്മ വരുന്നത് പ്രേമേന്ദ്രനെ തന്നെയാണ്. എന്തായാലും LDFില് അവർ ഏറെ ശ്രമം നടത്തിയതാണ് കൊല്ലം പിടിച്ചെടുക്കാനായിട്ട്. RSP LDFിലായിരുന്ന സമയത്ത് അത് പിടിച്ചു വാങ്ങാനുള്ള ശ്രമം പിണറായി നടത്തിയപ്പോഴാണ് പ്രേമേന്ദ്രൻ ഇറങ്ങിപ്പോകുന്നത്. UDFുകാർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. അതിൻ്റെ ഗുണം അവർക്ക് കിട്ടി. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSP സീറ്റ് കൂടുതൽ ചോദിക്കും എന്നാണ് അറിയപ്പെടുന്നത്. 7 സീറ്റുകൾ ആവശ്യപ്പെടാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. RSP എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് ചവറ മുതൽ ചവറ വരെ എന്നാണ് RSPയെ കുറിച്ച് പറയുന്നത്. RSPയിൽ പ്രമുഖരായ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നേ ഒരു കാലത്ത്, വലിയൊരു പ്രതാപകാലം കൂടി ഉണ്ടായിരുന്നു. ബേബി ജോണും TK ദിവാകരനും RS ഉണ്ണിയും പങ്കജാക്ഷനും ഒക്കെ ഒരു വലിയ നിര തന്നെ ഉണ്ടായിരുന്നു. TK ദിവാകരൻ, അത് കഴിഞ്ഞ് ബാബു ദിവാകരൻ, ബേബി ജോണിൻ്റെ മകൻ ഷിബു ബേബി ജോണ്, അങ്ങനെ പോവുകയാണ്. പിന്നീട് ഒടുവിൽ നിന്ന് NK പ്രേമചന്ദ്രൻ. RSP അവിടെ കെട്ടുപോയിട്ടൊന്നുമില്ല. RSP ശക്തമാണ്. പ്രേമചന്ദ്രനിലൂടെ അതൊന്നുകൂടെ ശക്തമാവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ 7 സീറ്റുകൾ വരെ ആവശ്യപ്പെടാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഈ കോൺഗ്രസ്സുകാർ പലപ്പോഴും RSPക്ക് കൊടുക്കുന്ന സീറ്റ് തോൽവി ഉറപ്പായിട്ടുള്ള, അതായത് മറ്റ് കക്ഷികളുടെ സുരക്ഷിത മണ്ഡലത്തിലേക്ക് RSPയെ തള്ളിവിടും. ഇപ്പൊ തന്നെ മട്ടന്നൂർ കൊടുത്തിട്ടുണ്ട്. ഈ മട്ടന്നൂർ നമുക്കറിയാം, അത് CPMന്റെ കോട്ട കൊത്തളമാണ്. EP ജയരാജനായിരുന്നു മുൻപ് 2016. 2021 വന്നിട്ട് KK ശൈലജയാണ് നിർത്തിയത്.
ശൈലജ 53,000 56,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ നടന്ന മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പില് നല്ലൊരു പങ്ക് വോട്ട് നേടാനും സീറ്റ് പിടിച്ചെടുക്കാനും UDF കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും മട്ടന്നൂർ അത്ര പെട്ടെന്നൊന്നും UDF വരില്ല. കാരണം അടിസ്ഥാനപരമായിട്ട് അത് CPM, അത് കമ്മ്യൂണിസ്റ്റ് മണ്ഡലം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ളിടത്ത് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് മേൽവിലാസം തന്നെ ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയിലെത്തും. പിന്നെ ഇവർക്ക് വേണ്ടത് ഇവരെ ആ മട്ടന്നൂരിന് പകരം അമ്പലപ്പുഴ ചോദിക്കുമെന്നാണ് പറയുന്നത്. അമ്പലപ്പുഴ സലാമാണ് ഇപ്പോൾ MLA. പണ്ട് സുധാകരനായിരുന്നു. സുധാകരൻ മാറിക്കഴിഞ്ഞ് 21-ൽ മാറിയപ്പോഴാണല്ലോ സലാമിനെ നിർത്തിയത്. അതുപോലെ തന്നെ കൊല്ലം സീറ്റാണ് ഇവരെ ആവശ്യപ്പെടാൻ പോകുന്നത് RSP. കാരണം കൊല്ലം സീറ്റിൽ അവർക്ക് RSPക്ക് എന്നല്ല കോൺഗ്രസിനും ഒരു പിടിമുറുക്കം ഉണ്ട് അതിനകത്ത്. കാരണം കൊല്ലത്തെ MLA മുകേഷാണ്. പക്ക പരാജയമാണ്. നിന്നു കഴിഞ്ഞാൽ തോക്കും എന്നുള്ളത് പകല് പോലെ സത്യമാണ്. കൊല്ലത്തെ ജനങ്ങളാണ് നോക്കിയിരിക്കുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ. ഒന്ന് പോളിംഗ് ബൂത്തിൽ പോയി ഒന്ന് ശക്തമായിട്ടൊന്ന് കുത്തി തോൽപ്പിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് അവർ മനസ്സുകൊണ്ട്. 2026 വരെ അവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരു MLA എന്നുള്ള രീതിയിലുള്ള ഒരു പ്രയോജനവും കൊല്ലത്തിന് 2016 മുതൽ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ആ മണ്ഡലത്തിൽ നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് NK പ്രേമചന്ദ്രൻ MP വികസന നേട്ടങ്ങൾ തന്നെയാണ്. അത് ഏവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അതുകൊണ്ട് NK പ്രേമചന്ദ്രൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു നേട്ടത്തിലൂടെ RSP കൊല്ലം നിയമസഭാ സീറ്റ് ആവശ്യപ്പെടും. ഇപ്പോൾ 2016-ലും 2021-ലും ഒക്കെ തന്നെ കോൺഗ്രസ് ആണ് അവിടെ മത്സരിച്ചുകൊണ്ടിരുന്നത്. കോൺഗ്രസ് അന്ന് പിന്നെ 2021-ൽ വന്നിട്ട് കോൺഗ്രസിന് ജയിച്ചു കയറാമായിരുന്നു. മുകേഷ് 2000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമുക്കറിയാമല്ലോ കോൺഗ്രസ്സുകാരുടെ ഇടയിലെ തമ്മിൽ തല്ലും പടലപ്പിണക്കവും കാരണം അത് മറ്റുള്ളവർ വിജയിച്ചു പോവുകയും ചെയ്തു. EPM-ല് പണ്ട് പിന്നെ ഗുരുദാസ് ആയിരുന്നു മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരുന്നത്. പഴയ എക്സൈസ് വകുപ്പ് മന്ത്രി, യാതൊരു അഴിമതിയും ഇല്ലാത്ത ഒരു മന്ത്രി, PS പക്ഷക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ പിണറായി ഒതുക്കിയിരുത്തി. അങ്ങനെയാണ് ഈ മുകേഷ് എന്ന് പറയുന്ന പുങ്കവനെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. അപ്പോൾ NK പ്രേമചന്ദ്രനിലൂടെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്ന നേട്ടം വെച്ചുകൊണ്ട് ഈ കൊല്ലം സീറ്റ് RSP ഉന്നയിക്കുമെന്നാണ് അറിയുന്നത്. അവിടെ ഷിബു ബേബി ജോണിനെ, പാർട്ടി സെക്രട്ടറിയായ ഷിബു ബേബി ജോണിനെ കൊണ്ടുവന്ന് നിർത്താനാണ്. ഷിബു ബേബി ജോണിനെ പാർട്ടി സെക്രട്ടറിയുടെ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് മത്സരിക്കണ്ട എന്നും പാർട്ടിയിൽ ഒരു വിഭാഗം പറയുന്നുണ്ട്. കാരണം പാർട്ടി കാര്യങ്ങൾ നോക്കട്ടെ എന്നുള്ള രീതിയിൽ അത് ഷിബു ബേബി ജോണിനെ ഒന്ന് ഒതുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പറച്ചിൽ കൂടിയാണ്. ഇനിയും ഇരവിപുരം മണ്ഡലം ഈ RSPക്ക് കൊടുത്തിട്ടുണ്ട്. ഇരവിപുരം എന്ന് പറയുന്നത് കൊല്ലത്തിനോട് ചേർന്ന് കിടക്കുന്ന കൊല്ലം പട്ടണം തന്നെയാണ് ഇരവിപുരവും. അവിടെ ഇപ്പോൾ സിറ്റിംഗ് MLA എന്ന് പറയുന്നത് നൗഷാദാണ്. CPM-ന്റെ സീറ്റാണ്. മുസ്ലിം പിന്നെ പങ്കാളിത്തമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ കോൺഗ്രസിന് അത് ലീഗിന് എടുക്കുക എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. കാരണം നൗഷാദിനെ എതിർക്കാനായിട്ട് അവിടെ ലീഗിന് സാധിക്കും. പകരം പുനലൂർ മണ്ഡലം ചോദിക്കും. ലീഗ് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന, ലീഗല്ല അവിടെ വിജയിച്ചിരിക്കുന്നത്, അവിടെ CPI ആണ്. അവിടെ CPIക്ക് വലിയ ഒരു ഹോൾഡുള്ള മണ്ഡലം കൂടിയാണ്. അപ്പോൾ അങ്ങനെ മാറാനായിട്ട് താല്പര്യവും ഉള്ള ചർച്ച നടക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ, കൊല്ലം ജില്ലയിലെ ഇരവിപുരം എന്നിവയ്ക്ക് പകരവും പുതിയ സീറ്റുകൾ RSP ആവശ്യപ്പെടും. കൊല്ലമാണ് അവർ പ്രധാനമായിട്ടും ആവശ്യപ്പെടാൻ പോകുന്നത്. കാരണം കൊല്ലം സുരക്ഷിത മണ്ഡലമാണ്. ചവറയിൽ മത്സരിക്കില്ല. ചവറയിലെ സുജിത് വിജയംപിള്ളയാണ് അവിടെ നിന്ന് CPM സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ജയിച്ചിരിക്കുന്നത്. സുജിത്തിൽ നിന്ന് മിക്കവാറും ആ സീറ്റ് CPM അങ്ങ് ഏറ്റെടുക്കാനും തയ്യാറാകും. പണ്ട് ചവറയായിരുന്നല്ലോ ബേബി ജോണിന്റെ ഒക്കെ തട്ടകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ചവറ മുതൽ ചവറ എന്നിവരെ പറഞ്ഞിരുന്നതും. എന്തായാലും UDF-ൽ കേളികൊട്ടി മുഴങ്ങിക്കഴിഞ്ഞു കലഹത്തിന്റെ. ഇനി അങ്ങോട്ട് വലിയ കലഹവും പോരും പിരിമുറുക്കവും ഒക്കെ ഉണ്ടാക്കും. കാരണം നിലമ്പൂരിലെ ഫലം കൂടി UDF-ന് അനുകൂലമായി വരുമ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വിലപേശൽ ശക്തമാവുകയും ചെയ്യും.